അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആനിലോട്ട് വരൂ. ഖുർആൻ നിങ്ങളെ ചൊവ്വായ പാതയിലേക്ക് നയിക്കുന്നു. ഖുർആനിൽ നിന്ന് ഞാൻ ഇടുന്ന ഓരോ സൂറത്തിൻ്റെയും അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. അധ്യായം 6. അൻആം. അൻആം എന്നാൽ കാലികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അത് അവർ ഗ്രഹിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളിൽ മേൽ നാം മൂടികൾ ഇടുകയും അവരുടെ കാതുകളിൽ അടപ്പ് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. അങ്ങനെ അവർ നിന്റെ അടുക്കൽ നിന്നോട് തർക്കിക്കുവാനായി വന്നാൽ ആ സത്യനിഷേധികൾ പറയും, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അവർ അതിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും അതിൽ നിന്ന് സ്വയം അകന്ന് നിൽക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർ സ്വന്തം ദേഹങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. അവർ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തേക്ക് ഒന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു. അല്ല, അവർ മുമ്പ് മറച്ചു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. തിരിച്ചയക്കപ്പെട്ടാൽ തന്നെയും അവർ എന്തിൽ നിന്നൊക്കെ വിലക്കപ്പെട്ടുവോ അതിലേക്ക് തന്നെ അവർ മടങ്ങി പോകുന്നതാണ്. തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു. അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ യാതൊന്നുമില്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല എന്ന്. അവർ അവരുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവൻ ചോദിക്കും, ഇത് യഥാർത്ഥം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവൻ പറയും, എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചു കൊണ്ടിരുന്നത് നിമിത്തം ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ച് തള്ളിയവർ തീർച്ചയായും നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ സമയം വന്നെത്തുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത് സംബന്ധിച്ച കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനാൽ ഞങ്ങൾക്ക് കഷ്ടം. അവർ അവരുടെ പാപഭാരങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിക്കുന്നുണ്ടായിരിക്കും. അവർ പേറുന്ന ഭാരം എത്രയോ ചീത്ത. ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? നബിയെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ചു തള്ളുന്നത്, പ്രത്യുത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. നിനക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നതുവരെ അവർ സഹിച്ചു. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക്, കൽപ്പനകൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെയില്ല. ദൈവദൂതന്മാർ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അവർ പിന്തിരിഞ്ഞ് കളയുന്നത് നിനക്ക് ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിപ്പോകുവാൻ ഒരു തുരങ്കമോ ആകാശത്ത് കയറിപ്പോകുവാൻ ഒരു കോണിയോ തേടി പിടിച്ചിട്ട് അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുക്കാൻ നിനക്ക് സാധിക്കുന്ന പക്ഷം അതങ്ങ് ചെയ്തേക്കുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ
അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതിനാൽ നീ ഒരിക്കലും അവിവേകികളിൽ പെട്ടുപോകരുത്. കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. മരിച്ചവരെയാകട്ടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് അവങ്കലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. ഇവൻ്റെ മേൽ ഇവൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഏതെങ്കിലും ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തതെന്താണ് എന്നവർ ചോദിക്കുന്നു. പറയുക, തീർച്ചയായും അള്ളാഹു ദൃഷ്ടാന്തം ഇറക്കുവാൻ കഴിവുള്ളവനാണ്. പക്ഷേ അവരിൽ അധികം പേരും യാഥാർത്ഥ്യം അറിയുന്നില്ല. ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും 2 ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. ഗ്രന്ഥത്തിൽ നാം യാതൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല. പിന്നീട് തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ബധിരരും ഊമകളും ഇരുട്ടുകളിൽ അകപ്പെട്ടവരുമത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കും. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യും. നബിയെ പറയുക, നിങ്ങളൊന്നു പറഞ്ഞു തരൂ, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ, അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നെത്തിയാൽ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമോ? പറയൂ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, പറയൂ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഇല്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിൻ്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദൂരീകരിച്ച് തരുന്നതാണ്. നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ അപ്പോൾ മറന്ന് കളയും. നിനക്ക് മുമ്പ് നാം പല സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അനന്തരം അവരെ ആ സമൂഹങ്ങളെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടി. അവർ വിനയശീലരായി തീരുവാൻ വേണ്ടി. അങ്ങനെ അവർക്ക് നമ്മുടെ ശിക്ഷ വന്ന് എത്തിയപ്പോൾ അവരെന്താണ് താഴ്മയുള്ളവരാകാതിരുന്നത്? എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്ത് പോകുകയാണുണ്ടായത്. അവർ ചെയ്തു കൊണ്ടിരുന്നത് പിശാച് അവർക്ക് ഭംഗിയായി തോന്നിക്കുകയും ചെയ്തു. അങ്ങനെ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്ന് കളഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് നൽകപ്പെട്ടതിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. അപ്പോൾ അവരതാ നിരാശപ്പെട്ടവരായി തീരുന്നു. അങ്ങനെ ആ അക്രമികളായ ജനത നിശ്ശേഷം നശിപ്പിക്കപ്പെട്ടു. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സ്തുതി. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? അള്ളാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിന്മേൽ അവൻ മുദ്ര വയ്ക്കുകയും ചെയ്യുന്ന പക്ഷം അല്ലാതെ ഏതൊരു ദൈവമാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാനുള്ളത്? നോക്കൂ, ഏതെല്ലാം വിധത്തിൽ നാം തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നു, എന്നിട്ടും അവർ പിന്തിരിഞ്ഞു കളയുന്നു. നബിയെ പറയുക, നിങ്ങളൊന്നു പറഞ്ഞു തരൂ, നിങ്ങൾക്ക് അവിചാരിതമായിട്ടോ പ്രത്യക്ഷമായിട്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് എത്തുന്ന പക്ഷം അക്രമികളായ ജനവിഭാഗമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരും ആയിട്ടല്ലാതെ നാം ദൂതന്മാരെ അയക്കുന്നില്ല. എന്നിട്ട് ആര് വിശ്വസിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാരോ അവർക്ക് ശിക്ഷ ബാധിക്കുന്നതാണ്. അവർ ധിക്കാരികളായതിൻ്റെ ഫലമായിട്ട് പറയുക, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഞാൻ ഒരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല.
പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? നിങ്ങൾ എന്താണ് ചിന്തിച്ചു മനസ്സിലാക്കാത്തത്? അൻആം സൂറത്തിലെ 24-ാം വചനം മുതൽ 50-ാം വചനം വരെയുള്ള അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുടെ കൂട്ടത്തിലും അത് പഠിക്കുന്നവരുടെ കൂട്ടത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, നിൻ്റെ സത്യദീനിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. നീ ഞങ്ങൾക്ക് മാപ്പ് തരികയും പുറത്തു തരികയും ചെയ്യണേ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും നന്മ ചെയ്യുകയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.